തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട്. ആ തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിന്റെ ചേരിയിലേക്ക് പോകാൻ തയ്യാറാകുന്നുള്ള പ്രവണതകൾ. അപ്പോ ചില മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് പുലർത്തേണ്ടതുണ്ട്. ഈ പാർട്ടി എന്തെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. അത്തരം മൂല്യങ്ങളിൽ ചില ശോഷണം അവിടെയും ഇവിടെയുമായി ഒറ്റപ്പെട്ട തോതിലാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രത്യക്ഷപ്പെടുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അതിന്റെ യോഗം ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ പാർട്ടി എന്തെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മറ്റു സഖാക്കളും 3.0 ആവർത്തിച്ച് തുടർ ഭരണം നിലനിർത്താനാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ജനസാമാന്യത്തിനിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെ പോയാലും ഒരു 100 സീറ്റെങ്കിലും തങ്ങൾക്ക് കിട്ടും എന്നാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുമെല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നത്. എന്നാൽ CPMന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിന് വിരുദ്ധമായ പല നിലപാടുകളുമാണ് പറഞ്ഞത്. G സുധാകരനും TK ഗോവിന്ദനും P കുഞ്ഞികൃഷ്ണനും അടക്കമുള്ള CPMലെ തലമുതിർന്ന ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ CPM എന്ന പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയമുള്ള തഴക്കം വന്ന സഖാക്കൾ പാർട്ടി വിട്ട് പുറത്തു പോയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് കൃത്യമായി തന്നെയാണ് MA ബേബി കണക്ക് കൂട്ടി അളന്നു മുറിച്ച് ഉത്തരം നൽകിയത്. CPM എന്ന പ്രസ്ഥാനത്തിൽ തെറ്റ് തിരുത്തേണ്ടതുണ്ടോ, എന്തുകൊണ്ടാണ് തലമുതിർന്ന നേതാക്കൾ, അതും 10, 50, 60 വർഷം പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള നല്ല നേതാക്കൾ, പാർട്ടിയുടെ MLAയും MP-യും പാർട്ടിയുടെ മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾ പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണ്, പാർട്ടി ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു തെറ്റുതിരുത്തൽ പാർട്ടിയിൽ അനിവാര്യമല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് MA ബേബി കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞത്. തീർച്ചയായിട്ടും തെറ്റുതിരുത്തൽ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനിവാര്യമായിരിക്കുന്നു. തീർത്തും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതുണ്ടാകും. കൃത്യമായി പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾ പാർട്ടി പരിശോധിക്കും. എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ചില മൂല്യ ശോഷണങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുത്തും എന്നാണ് ബേബി തുറന്നടിച്ചത്. G സുധാകരൻ പാർട്ടി വിട്ടുപോകുമ്പോൾ പറഞ്ഞത് കമ്മ്യൂണിസം നിലനിൽക്കണം, ഇടതുപക്ഷം നിലനിൽക്കണം. എന്നാൽ ഇപ്പോഴുള്ള പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയ വൈകല്യം കൊണ്ടാണ് ഇന്ന് കാണുന്ന തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷവും CPMഉം വലിയ പടുകുഴിയിൽ ചെന്ന് പതിച്ചിരിക്കുന്നത്, മൂല്യച്യുതിയിൽ ചെന്ന് പതിച്ചിരിക്കുന്നത്. ആ മൂല്യച്യുതിയുടെ ആഴം എത്രത്തോളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ഇടതുപക്ഷ സൈദ്ധാന്തിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവർ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് G സുധാകരൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ ബേബിയും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. മൂല്യശോഷണം ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും പാർട്ടിയിൽ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തേണ്ടത് തന്നെയാണ് എന്നാണ് ബേബി പറഞ്ഞത്. സുധാകരൻ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ എന്താണ് പാർട്ടിയിലെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് പാർട്ടിയിലെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് തിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് ബേബി തുറന്നടിച്ചത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ബേബി പറയുകയുണ്ടായി. KR ഗൗരിയും MV രാഘവനും അടക്കമുള്ള നിരവധി ആളുകൾ ഈ പ്രസ്ഥാനം വിട്ട് പുറത്തുപോയി. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം തലയെടുപ്പുള്ള നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് പറയാതെ അറിയാമല്ലോ. എന്നാൽ അവസാന കാലത്ത് അവരും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. അവിടുന്ന് മാത്രമല്ല, പാർട്ടി വിട്ടുപോയിട്ടുള്ള പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെല്ലാവരും പിന്നീട് പശ്ചാത്താപം കൊണ്ട് അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ ഇപ്പോൾ പാർട്ടി വിട്ടുപോയിരിക്കുന്ന G സുധാകരൻ അടക്കമുള്ള ആളുകൾ CPMലേക്ക് തിരിച്ചു വരും, CPM തറവാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രത്യാശ തന്നെയാണ് MA ബേബി പങ്കുവച്ചത്. ഈസ്റ്റർ ദിനത്തിൽ, അതായത് പ്രത്യാശയുടെ ഉയിർപ്പ് ദിനത്തിലാണ് MA ബേബിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായത് എന്ന് പറയുമ്പോൾ
തീർച്ചയായും പാർട്ടി വിട്ടുപോയ ആളുകൾക്ക് ഒരു വെളിപാടുണ്ടാകും, അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് MA ബേബി പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ ജി സുധാകരൻ ചെയ്തത് ചരിത്രപരമായ മണ്ടത്തരം തന്നെയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് പെരുമാറിയത് എന്നുകൂടി MA ബേബി പറഞ്ഞു വയ്ക്കുന്നു. എല്ലാത്തിലും വലുത് പാർട്ടി തന്നെയാണ്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ജീർണത ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ്. കേരളത്തിലെ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തന്നെ MA ബേബി സമ്മതിക്കുകയായി. കേരളത്തിലെ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ CPM എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. കഴിഞ്ഞ 10-20 വർഷങ്ങളായി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കാൽ കീഴിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ തന്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് താൻ നിശ്ചയിക്കുന്ന സ്ഥലത്ത് താൻ നിശ്ചയിക്കുന്നത് പോലെ പാർട്ടി പെരുമാറണം, പാർട്ടി പ്രസംഗിക്കണം, പാർട്ടി ഭരിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുപോകുന്ന പിണറായി വിജയന് തെറ്റുപറ്റി എന്ന് തന്നെയാണ് MA ബേബി പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനുള്ള വലിയ അടി തന്നെയാണ് MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മാത്രം ബാക്കി നിൽക്കെ MA ബേബിയുടെ ഈ പ്രസ്താവന CPM-ന്റെ ക്യാമ്പുകളിൽ വലിയ ഒച്ചപ്പാടിന് ഇടവച്ചിട്ടുണ്ട്. എന്നാൽ MA ബേബി നേരിട്ട് പിണറായി വിജയനെയോ CPM-ലെ സമുന്നതരായ നേതാക്കളെയോ ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റിതിരുത്തണം എന്നുള്ളത് പാർട്ടിയുടെ പൊതുവായ നിലപാടായി പറയുമ്പോൾ പിണറായി വിജയൻ തീർച്ചയായും ഇപ്പോഴത്തെ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകണം, തെറ്റ് തിരുത്തണം എന്ന് തന്നെയാണ് MA ബേബിയുടെ ആവശ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനത്തിന് അപജയം ഉണ്ടായിട്ടുണ്ട്, മൂല്യശോഷണം ഉണ്ടായിട്ടുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും തെറ്റ് തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ പോലുള്ള വലിയ നേതാക്കൾ പാർട്ടിയെ നയിച്ച് ഇത്തരത്തിലുള്ള അപജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPM-ന്റെ അപജയത്തെക്കുറിച്ചും ജി സുധാകരനെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടുപോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. സംഘടന CPIM വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് ചിലർക്ക് വിലയിരുത്താം. അങ്ങനെ വിലയിരുത്താൻ പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചു കാലം പാർട്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. 72 മുതൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ 3 സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ MV രാഘവൻ, PV കുഞ്ഞിക്കണ്ണൻ, പുത്തലത്ത് നാരായണൻ, പിന്നെ അവിടുന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും രാജ്യസഭാംഗവുമായിരുന്ന രാജേട്ടൻ, ഇപ്പോഴും ഉണ്ട്, പാട്ടിൻ രാജൻ, ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു പാട്ടിൻ രാജൻ, മുൻ ലോക്സഭാംഗം CK ചക്രവാണി, CP മൂസാൻകുട്ടി, ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ പാർട്ടിയിലെ അതിപ്രമുഖരായവർ ഈ പാർട്ടിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തുപോയി. അന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ട് സംസ്ഥാന കമ്മിറ്റി ഒരു ബേബിയായിട്ട് പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ്. പിന്നെ ഗൗരിയമ്മ എത്ര വലിയ നേതാവായിരുന്നു, പാർട്ടിയുടെ വലിയ ആവേശമായിരുന്നില്ലേ? ആ ഗൗരിയമ്മ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. പക്ഷെ ഇവരെല്ലാം പിന്നെ MV രാഘവനും ഗൗരിയമ്മയും എല്ലാം പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് വളരെ വലിയൊരു പാഠമാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോകണം എന്നാണ് അവസാന കാലത്ത് അവരെല്ലാം ആഗ്രഹിച്ചത്. ഇപ്പം പാർട്ടി വിട്ടുപോയവർ ഇവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയുന്നവരല്ല. പക്ഷെ അവരും അധികം വൈകാതെ അവരുടെ തെറ്റ് മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് പാർട്ടിക്ക്, സംസ്ഥാന സെക്രട്ടറിക്കോ പാർട്ടിക്കാകെയോ ഒരു തരത്തിലുള്ള ഗൗരവമായ വെല്ലുവിളിയുമില്ല. പിന്നെ എന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി അംഗം പാർട്ടിയിൽ നിന്ന് പോകുമ്പോഴും അതൊരു നഷ്ടമാണ്. പക്ഷേ ചിലർ പോകുമ്പോൾ നഷ്ടമല്ല, പാർട്ടി മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ കഴിയാത്ത ചില ആളുകൾ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ പാർട്ടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ കാര്യത്തിൽ ഞാൻ മറ്റ് വിലയിരുത്തലിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അല്ല, ജി സുധാകരൻ സഖാവ് യഥാർത്ഥത്തിൽ പാർട്ടി ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസിന്റെ പാളയത്തിൽ പോയിരിക്കുകയല്ലേ. എത്ര വലിയൊരു തകർച്ചയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന പ്രൊഫസനായ കവി, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. അദ്ദേഹം എന്റെ പാർട്ടിക്ക് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അജ്ഞാതരായ മനുഷ്യരുമായി എനിക്ക് നീ സൗഹൃദം തന്നു എന്നാണ്. അപ്പം പാർട്ടി വിട്ടു പോകുന്നവരെല്ലാം ഓർക്കണം, അവരെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന, അവരിൽ ആവേശം കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളും കർഷകരും ഒക്കെ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടാണ് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് X ആണെങ്കിലും Y ആണെങ്കിലും പോകുന്നത്. അത് അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടമായി തീരുന്നത്. അപ്പം
സ്വജനപക്ഷപാതം അഴിമതിയൊക്കെ നേതൃത്വത്തിനെതിരെ ആക്ഷേപിക്കപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ടോ? ഈ പാർട്ടി എന്തെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. അത് എൻ്റെ സുഹൃത്ത് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്, തെറ്റുതിരുത്തൽ എന്ന് പറയുന്നതാണ്. ആ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും നടന്നിട്ടുള്ളതാണ്, നടക്കേണ്ടതാണ്. CPIM ആകട്ടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, അടിയന്തരമായി പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട്. ആ തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിന്റെ ചേരിയിലേക്ക് പോകാൻ തയ്യാറാകുന്നുള്ള പ്രവണതകൾ. അപ്പോ ചില മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് പുലർത്തേണ്ടതുണ്ട് എന്ന വളരെ കൃത്യമായ ധാരണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അത്തരം മൂല്യങ്ങളിൽ ചില ശോഷണം അവിടെയും ഇവിടെയുമായി ഒറ്റപ്പെട്ട തോതിലാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രത്യക്ഷപ്പെടുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അതിന്റെ യോഗം ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെയധികം സന്തോഷം. വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണത്തിന്റെ 3ാം ഘട്ടം ഉണ്ടാവുന്ന വേളയിൽ നമുക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ സന്ദർഭത്തിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു.